നമസ്കാരം. PCOS അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഇപ്പൊ മിക്ക പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ക്രമം തെറ്റിയുള്ള ആർത്തവമാണ്. അതുപോലെ തന്നെ മറ്റു ചില ലക്ഷണങ്ങൾ അമിതവണ്ണം, മുഖത്ത് കുരുക്കൾ വരിക, അമിത രോമ വളർച്ച, കഴുത്തിലും കക്ഷത്തിലും കാണുന്ന കറുത്ത പാടുകള്, മുടി കൊഴിച്ചില്, ഡിപ്രഷൻ തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരും. ഹോമിയോപ്പതിയിൽ ഇതിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ വ്യക്തിഗത വ്യതിയാനങ്ങൾ അനുസരിച്ചാണ് മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. ഈ മരുന്നുകൾ കൊടുക്കുകയും അതോടൊപ്പം നമ്മുടെ ജീവിതശൈലിയിൽ വ്യത്യാസം വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണമായും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അണ്ഡാശയത്തിലെ അണ്ഡം ഉത്സർജിക്കാൻ ആവശ്യമായ ഹോർമോൺസിന്റെ വ്യതിയാനമാണ്. ഇത്തരത്തിലുള്ള വ്യതിയാനം വരുമ്പോൾ അണ്ഡാശയത്തിൽ നിന്നും അണ്ഡം ഉത്സർജിക്കാതെ വരികയും അത് അണ്ഡാശയത്തിൽ കിടന്ന് സിസ്റ്റ് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സിസ്റ്റ് രൂപപ്പെടുമ്പോൾ പിന്നീടുള്ള അണ്ഡോത്പാദനം തടസ്സപ്പെടുത്തുകയും അതോടനുബന്ധിച്ച് വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യും. വണ്ണമുള്ള ആളുകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി പ്രമേഹ രോഗത്തിനുള്ള സാധ്യത കൂട്ടുന്നു. തൈറോയിഡ് ഡിസീസസും ഇതോടൊപ്പം കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് ഇത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സ തരണം. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഹോർമോൺ വേരിയേഷൻ ആണെങ്കിലും ഇതിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് എടുക്കുക, ഉറക്കക്കുറവ്, വ്യായാമക്കുറവ്, ഭക്ഷണം ക്രമം തെറ്റി കഴിക്കുക, പാരമ്പര്യ ഘടകവും ഇതിനൊരു കാരണമാകാറുണ്ട്. ഹോമിയോപ്പതിയിൽ ഇതിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ വ്യക്തിഗത വ്യതിയാനങ്ങൾ അനുസരിച്ചാണ് മരുന്നുകൾ സെലക്ട് ചെയ്യുന്നത്. വ്യക്തിഗത വ്യതിയാനം എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം കൊണ്ടുണ്ടാകുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അവരുടെ ഈ അസുഖത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളും വ്യത്യസ്തമാണ്. ഈ പ്രാധാന്യങ്ങൾ കണക്കിലെടുത്ത് തന്നെയാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ മരുന്നുകൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ ഡോക്ടർ ഉപ്സാന ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, കൊച്ചിയിൽ ചീഫ് കൺസൾട്ടന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. താങ്ക് യു.